ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയുകയും പ്രിയങ്ക ഗാന്ധി പകരമെത്തുകയും ചെയ്തിരിക്കുകയാണ്. പൊതുരംഗത്ത് പതിറ്റാണ്ടിലേറെയായി സജീവമായിട്ടുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും അതുവഴി പാർലമെന്ററി ജീവിതത്തിലേക്കും കടക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. രാഹുലിന് 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം സമ്മാനിച്ച വയനാട്ടിൽ പ്രിയങ്കയ്ക്ക് ജയം ഉറപ്പാണ് എന്ന തത്വം കോൺഗ്രസ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇതോടെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള 3 പേർ ഒരേ സമയം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന സവിശേഷതയും കൈവന്നിരിക്കുകയാണ്. രാഹുലും പ്രിയങ്കയും ലോക്സഭയിൽ ഉണ്ടാകുമ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിലാകും എന്നു മാത്രം. രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യം അമ്മയ്ക്കൊപ്പം പിന്നീട് സഹോദരനൊപ്പവും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നിഴൽ പോലെ ഒപ്പം നടന്നയാളാണ് പ്രിയങ്ക. എന്നാൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇതുവരെ പ്രിയങ്ക തയ്യാറായിട്ടില്ല. അതേസമയം തന്നെ കോൺഗ്രസിന്റെ താരപ്രചാരകരിൽ ഒരാളാണ് പ്രിയങ്ക. തിരഞ്ഞെടുപ്പ് റാലികളിൽ രാഹുലിനൊപ്പമോ രാഹുലിനേക്കാൾ ഒരുപടി മുകളിലോ ആണ് പ്രിയങ്കയുടെ പ്രസംഗങ്ങൾക്ക് സ്ഥാനം പിടിക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന നിലയിലേക്ക് പ്രിയങ്കയെ എത്തിച്ചതും. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ രാഹുലിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിച്ചത് പ്രിയങ്കയാണ് എന്ന് പറയാം. ഹസ്രാസ്, ലങ്കിപൂർ ഖേരി, കർഷക സമരം തുടങ്ങി എല്ലാ പ്രശ്നങ്ങളിലും പ്രിയങ്ക ജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. യുപിയിലും ഹിന്ദി ഹൃദയഭൂമിയിലും കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ഇതെല്ലാം സഹായകമായി എന്നത് സംശയമില്ലാത്ത കാര്യമാണ്. 1997 ബിസിനസ്സുകാരനായ റോബർട്ട് വാദ്രയുമായുള്ള പ്രിയങ്കയുടെ വിവാഹം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരാൻ അതിനു മുൻപും ശേഷവും അവസരമുണ്ടായിട്ടും സജീവമായിരുന്നില്ല പ്രിയങ്ക. എങ്കിലും ഏറ്റവും താഴെത്തട്ടിൽ ഇറങ്ങി ജനങ്ങളുമായി സംവദിക്കാൻ അവർക്ക് പ്രത്യേകമായ കഴിവുണ്ടായിരുന്നു. കുടുംബകോട്ട എന്ന് വിശേഷിക്കപ്പെടുന്ന റായ്ബറേലി, അമേഠി മണ്ഡലങ്ങളിലെ ജനപ്രിയ മുഖമാണ് പ്രിയങ്ക. 2004 പൊതു തിരഞ്ഞെടുപ്പിൽ സോണിയയുടെ പ്രചരണ മാനേജരായിരുന്നു അവർ. പിന്നീട് സഹോദരന്റെ രാഷ്ട്രീയ ജീവിതത്തിലും നിഴലായി കൂടെ നിന്നു. 2019 പ്രിയങ്കയുടെ മറ്റൊരു മുഖം രാജ്യം കണ്ടത്. ബിജെപിയുടെ തേരോട്ടത്തിന് ചുക്കാൻ പിടിച്ച യുപിയിൽ നിന്ന് തന്നെയായിരുന്നു പ്രിയങ്കയുടെ തുടക്കം. ഒരു വേള മോദിക്കും യോഗിക്കുമെതിരെ പ്രിയങ്ക ഉരുക്കു വനിത എന്നുവരെ ചിത്രീകരിക്കപ്പെട്ടിരുന്നു. കിഴക്കൻ യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും തുടർന്ന് 2020 സെപ്റ്റംബറിൽ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള ജനറൽ സെക്രട്ടറിയായും അവരെ ചുമതലപ്പെടുത്തി. മുത്തശ്ശിയും മുൻ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ മുഖസാദൃശ്യമുള്ളതിനാൽ തന്നെ കോൺഗ്രസിന്റെ അടുത്ത മുഖമായി പ്രിയങ്ക ഉയർത്തിക്കാട്ടപ്പെട്ടു. ഒടുവിൽ വാരണാസിയിൽ നിന്ന് മോദിക്ക് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള നേതാവായി വരെ പ്രിയങ്ക ഉയർന്നു. യുപി കോൺഗ്രസിന്റെ സംഘടനാ ഘടനയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടും പാർട്ടി 2022 കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിയാണ് നേരിട്ടത്. എങ്കിലും അടിസ്ഥാന പ്രശ്നങ്ങളിലൂന്നി പ്രിയങ്ക രാജ്യം മുഴുവൻ കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള വഴിയൊരുക്കി. കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിന് ഉദാഹരണമാണ്. വനിതാ വോട്ടർമാരെ ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തു. ഫലമോ കർണാടകയിൽ മിന്നും വിജയമാണ് കോൺഗ്രസിന് അന്ന് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയുടെ 2 യാത്രകൾ രാജ്യത്തുടനീളം അലയൊലികൾ സൃഷ്ടിച്ചപ്പോൾ അതിന് തുടക്കമിട്ടതും നിലനിർത്തിയതും പ്രിയങ്കയാണ്. കോൺഗ്രസ് വളരെ കാലമായി മികച്ച പ്രചാരകനെ തേടുകയായിരുന്നു. ഒരു വശത്ത് രാഹുൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ മറ്റൊരാൾ വേണമായിരുന്നു. അത് വൃത്തിയായി ചെയ്യാൻ പ്രിയങ്കയ്ക്കറിയാമെന്നതാണ് അവരുടെ മേന്മ. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അത് കണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ നിന്നും മറ്റു ബിജെപി നേതാക്കളിൽ നിന്നുമുള്ള നിരന്തരമായ ആക്ഷേപങ്ങളെ ചെറുക്കുന്നതിൽ പ്രിയങ്ക കാണിച്ച അസാമാന്യമായ പോരാട്ടം നിർണായകമായിരുന്നു. മോദിയുടെ സ്വർണവും മംഗളസൂത്രവും എന്ന പരാമർശത്തെ അതേ നിലയിലാണ് പ്രിയങ്ക തിരിച്ചടിച്ചത്. തന്റെ അമ്മ സോണിയാഗാന്ധി രാജ്യത്തിനു വേണ്ടി തന്റെ മംഗളസൂത്രം ത്യജിച്ചവളാണ് എന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി. തന്റെ പ്രചരണ വേളയിലുടനീളം തന്റെ കുട്ടിക്കാലം, അച്ഛൻ രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന്റെ വേദന, അമ്മയുടെ ദുഃഖം എന്നിവയെല്ലാം ചർച്ച ചെയ്യുകയും എന്തുകൊണ്ടാണ് താനും രാഹുലും രാജ്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത് എന്ന് വോട്ടർമാരുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാനും അവർക്കായി. എതിരാളികളുടെ ഓരോ പ്രചരണങ്ങൾക്കും അതേ രീതിയിൽ മറുപടി പറയാൻ പ്രിയങ്കയ്ക്ക് സാധിക്കാറുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ 108 പൊതുയോഗങ്ങളിലും റോഡ് ഷോകളിലുമാണ് അവർ പങ്കെടുത്തത്. 16 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും അവർ പ്രചരണം നടത്തി. അമേഠിയിലും റായ്ബറേലിയിലും തൊഴിലാളികളുടെ 2 സമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തു. ഇതെല്ലാം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനാകെയും തിരിച്ചുവരവിന്റെ പാത വെട്ടിത്തുറക്കുന്നതായിരുന്നു. അതിനാൽ തന്നെ പ്രിയങ്ക ഇനി വേണ്ടത് പാർലമെന്റിലാണ് എന്ന കോൺഗ്രസിന്റെ തീരുമാനം പാർട്ടിയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതായിരിക്കുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ഈ തീരുമാനം പക്ഷേ ഭരണപക്ഷത്തിനെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നും നിസ്സംശയം പറയാം.